ഹായ് ഫ്രണ്ട്സ്, ഒക്ടോബർ 25 ഇന്നാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ. എല്ലാവരും ഇന്നൊന്ന് വിഷ് ചെയ്തിട്ട് പോണേ. ബർത്ത്ഡേൻ്റെ അന്ന് അവൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നല്ലേ പറയൽ. എനിക്കിവിടെ ഉണ്ടാക്കി തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സേമിയ പായസമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് അതൊന്ന് വറുത്ത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ ചെറുതാക്കി വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മളെ ബർത്ത്ഡേ നമ്മളല്ലാണ്ട് പിന്നെ ആരാലേ ആഘോഷിക്കുക? അതിനൊന്നും ആരെയും കാത്തിക്കരുത്. അന്ന് നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ഉണ്ടാക്കിയിട്ട് നമ്മളായിട്ട് കുടിക്കുക. വേറെ അമ്മക്കും വാപ്പക്കും ഒക്കെ ആർക്കെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക. അപ്പോൾ സേമിയം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുക. അതേ അളവ് തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലോണം വെന്ത് കുറുകി വരട്ടെ, എന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ അതാ സേമിയൊക്കെ നല്ലോണം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. എനിക്ക് നല്ലോണം സേമിയ വേകണം കേട്ടോ. അങ്ങനത്തെ പായസമാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് സേമിയ അങ്ങനെ അടിയിലും പാലും മുകളിലുമായിട്ട് കിടക്കുന്ന അങ്ങനത്തെ പായസം എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏലക്ക ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ മിൽക്ക് മെയ്ഡ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല, അപ്പോൾ അതിനു കൂടി ഉള്ളത് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് പഞ്ചസാരയൊക്കെ നല്ലോണം അലിയുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളുടെ പായസം നല്ല ടൈറ്റായിട്ട് തോന്നുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതാണ്. ഞാൻ അരമുറി തേങ്ങൻ്റെ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ പായസം നല്ല പാകത്തിനുള്ള പരുവാവും കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ ഇത് അടുപ്പത്ത് അധികം നേരം വെച്ച് തിളപ്പിക്കരുത്. ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇത് ഇറക്കി വെക്കണേ. ഇതോടുകൂടി നമ്മളുടെ ബർത്ത്ഡേ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണം എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് വേഗം തന്നെ വലിയൊരു ഗ്ലാസ്സിലേക്ക് പായസം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇത് കുടിക്കട്ടെ. ഇനി ഞാൻ കുടിക്കായിട്ട് ഇവിടെ വേറെ ആരും കുടിക്കാണ്ടിരിക്കണ്ട. എന്നാൽ ശരി.